ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. മോട്ടിവേഷൻ ഒരു അതിഥിയാണ്. അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. പക്ഷേ ഡിസിപ്ലിൻ അത് നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എത്ര തവണ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. കണ്ട ഉടനെ തോന്നും ഇനി ഞാൻ ദിവസവും 10 മണിക്കൂർ പഠിക്കും. പക്ഷേ അടുത്ത ദിവസം എന്ത് സംഭവിക്കും? പഠിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ പറയും ഇന്ന് മൂടില്ല, നാളെ പഠിക്കാം. പക്ഷേ വിജയിച്ച ആളുകൾക്ക് എല്ലാ ദിവസവും മൂടുണ്ടായിരുന്നില്ല. മൂടില്ലാത്ത ദിവസങ്ങളിലും അവർ പുസ്തകം തുറന്നു. അതാണ് ഡിസിപ്ലിൻ. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ഡോക്ടറിന് എല്ലാ ദിവസവും ജോലി ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടാകും. ഒരു ടീച്ചറിന്, ഒരു പോലീസ് ഓഫീസർക്ക് ഇല്ല. അവർ ജോലി ചെയ്യുന്നത് അതവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ്. അതുപോലെ പഠനം നിന്റെ ദിവസവും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കണം. പഠിക്കാൻ തോന്നുന്ന ദിവസങ്ങളിലും തോന്നാത്ത ദിവസങ്ങളിലും പുസ്തകം തുറക്കണം. ഇന്നൊരു തീരുമാനം എടുക്കാം. ഇനി മുതൽ മോട്ടിവേഷൻ വന്നാൽ പഠിക്കാമെന്നല്ല, സമയമായാൽ പഠിക്കുമെന്നാണ് പറയേണ്ടത്. രാവിലെ 9 മണിക്ക് പഠിക്കാനാണോ തീരുമാനിച്ചത്? എങ്കിൽ 9 മണിക്ക് തന്നെ പുസ്തകം തുറക്കണം, മനസ്സ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. കാരണം ഡിസിപ്ലിൻ ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ പിന്നീട് അത് നിൻ്റെ ജീവിതം എളുപ്പമാക്കും. സോ ഇന്നത്തെ ചലഞ്ച് വളരെ സിമ്പിളാണ്. ഇന്ന് നിശ്ചയിച്ച സമയത്ത് പഠിക്കാനിരിക്കൂ. മനസ്സിന് തോന്നിയത് കൊണ്ടല്ല, നീ തീരുമാനിച്ചതുകൊണ്ട്. കാരണം മോട്ടിവേഷൻ നിന്നെ സ്റ്റാർട്ട് ചെയ്യിക്കും, പക്ഷേ ഡിസിപ്ലിനാണ് ഫിനിഷ് ചെയ്യിക്കുന്നത്. ഡേ പൂർത്തിയാക്കിയാൽ കമൻറ്റ് ബോക്സിൽ ഡേ 6 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. നാളെ ഡേ 7 വീണ്ടും കാണാം. അതുവരെ മോട്ടിവേഷനെ കാത്തിരിക്കേണ്ട, ഡിസിപ്ലിനെ ശീലമാക്കൂ.